ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പഞ്ചാബ് എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമാണ്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റായ പഞ്ചാബ് എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അതായത് പഞ്ചാബ് എഫ് സി നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരമായ അർമാൻഡോ സദിക്കിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഒരു റൂമർ റിപ്പോർട്ട് പോലെ പറഞ്ഞു കേൾക്കുന്നത്. സദിക്കുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സദിക്ക് ഒരു ടോപ്പ് പ്ലെയർ ആണ്. നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി കളിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ ഒരു 5 ഗോൾ എക്സ്ട്രാ അടിക്കായിരുന്നു അദ്ദേഹത്തിന് നല്ല നല്ല ചാൻസ് കിട്ടിയിരുന്നു. അതൊക്കെ അത് മിസ് ചെയ്തിരുന്നു. പിന്നെ നമുക്കറിയാം അവർ യൂറോ കപ്പ് കഴിഞ്ഞ പ്രാവശ്യം അൽബേനിയ യൂറോ കപ്പ് കളിച്ചത് ആകെ ഒരു ഗോൾ അവർ അടിച്ചിട്ടുള്ളൂ. ആ ഒരു ഗോൾ അർമാൻഡോ സദിക്കുവിൻ്റെയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ എന്താ പറയുക യൂറോ കപ്പിലേക്ക് വരികയാണെങ്കിൽ അൽബേനിയയിൽ നമുക്ക് അർമാൻഡോ സദിക്കിയെ കാണാൻ സാധിക്കും. ഒരു പക്ഷേ അതിന് കുറച്ച് ഏജിലും അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല സെൻറ്റർ ഫോർവേഡ്സ് താരമൊക്കെ വന്നുകൊണ്ടായിരിക്കും അർമാൻഡോ സദിക്കുവിനെ മാറ്റിയത്. എന്തായാലും അർമാൻഡോ സദിക്കു സ്റ്റിൽ ഒരു നല്ല പ്ലെയർ തന്നെയാണ്. അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സി എടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ച് പഞ്ചാബ് എഫ് സി താങ്ങുമോ എന്നുള്ള കാര്യം വലിയൊരു സംശയം തന്നെയാണ്. എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതാണ്, അത് പഞ്ചാബ് എഫ് സിക്ക് നല്ലതാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീതം കോട്ടാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ 3 ISL ക്ലബ്ബുകൾ രംഗത്തുണ്ടായിരുന്നു. അവർ എൻക്വയറി നടത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും തന്നെ താല്പര്യമില്ല പ്രീതം കോട്ടാലിനെ വിട്ടുകൊടുക്കാൻ എന്നാണ്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രീതം കോട്ടാലിനെ വിട്ടുകൊടുക്കുക, പ്രവീർ ദാസ് ഇവരെയൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം പ്രവീർ ദാസ് പഴയൊരു പ്രവീർ ദാസ് അല്ല. അദ്ദേഹം 5 വർഷം മുമ്പുള്ള പ്രവീർ ദാസ്, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ കളിച്ച ആ ഒരു പ്രവീർ ദാസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രവീർ ദാസ് എന്ന് പറയുന്നത് അതിൻ്റെ 7 അയലത്തോലും വരില്ല. അതിൻ്റെ ക്രോസൊക്കെ കാണുമ്പോൾ കൊതി വരുമായിരുന്നു അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ കളിക്കാൻ വേണ്ടി. പിന്നെ പ്രീതം കോട്ടാലിൻ്റെ കളി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ കളിച്ചുകൊണ്ടിരുന്നത് വരെ വേറെ ലെവൽ രീതിയിലായിരുന്നു കളിച്ചത്. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ എന്താ പറയുക, സില്ലി മിസ്റ്റേക്സ് ഒക്കെയാണ് അദ്ദേഹം കാണിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കിലേക്ക് നോക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ സെൻറ്റർ ബാക്സ് ഒക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ടായിരിക്കും പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ തന്നെ നിലനിർത്താൻ നോക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പ്രീതം കോട്ടാലിനെ FC ഗോവയ്ക്ക് കൊടുത്ത് നമ്മൾ സന്ദേശ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും അൻവർ അലി കിട്ടത്തില്ല. അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അവർ ഒരിക്കലും വിട്ടു കൊടുക്കാനും പോകുന്നില്ല. ടോപ്പ് പ്ലെയർ ആണ് അൻവർ അലി. സോ എന്തായാലും നമുക്ക് കണ്ടാൽ അറിയാം എന്തായാലും പ്രീതം കോട്ടാലിനെ വിട്ടുകൊടുക്കില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്.